മഴ തോരും മുമ്പേ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയോട് സംസാരിച്ച് അലീനനെ സമാധാനപ്പെടുത്തുന്ന ബാലേന്ദ്രനെയാണ് എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി വല്ലാത്ത വിഷമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. വൈജയന്തിക്ക് കൃഷ്ണമോളും പോയതോടെ വല്ലാത്ത ഷോക്കാവുന്നുണ്ട്. അതൊരു അടിയായി തോന്നുന്നു. പിന്നെ നമ്മുടെ മനു രാജീവൻ ചെയ്ത ക്രൂരതകളൊക്കെ അറിഞ്ഞപ്പോൾ മനു പറയുന്നത് എന്തായാലും ചെറിയച്ഛൻ ചെയ്തതൊരു കാര്യം മോശമായിപ്പോയി. കാരണം ചെറിയച്ഛന് ഇനി സിംഗപ്പൂർക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയും. അപ്പോൾ എന്താടാന്ന് ചോദിക്കും. കാരണം ബാലേന്ദ്രനെങ്കിൽ അലീനനെയും കൂട്ടി ഒരു പരാതി കൊടുത്താൽ ചെറിയച്ഛൻ തോന്നുമെന്ന് പറയും. അപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലാവണമായാലും അങ്ങനെ പേടിക്കണേ. കാരണം ബാലേന്ദ്രനങ്ങൾ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യും. അലീനനെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രനങ്ങൾ വെറുതെ വിടില്ല. അത് ഭാര്യ ആയാലും ശരി തന്നെ, അളിയനായാലും ശരി തന്നെ എന്ന് പറയുന്നു. പിന്നെ വീണ്ടും കാണിക്കുന്നത് ബാലചന്ദ്രനെ കൃഷ്ണമോള് സത്യങ്ങളൊക്കെ അറിയുന്നത്. അതായത് ബാലചന്ദ്രൻ സംഭവിച്ച കാര്യങ്ങളും അലീനനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്നേഹിക്കുന്നതെന്നും ചേർത്ത് പിടിക്കുന്നതെന്നൊക്കെ എന്തായാലും കൃഷ്ണമോൾക്ക് അറിയണ്ടേ. അതൊരു സംശയമായിട്ട് മനസ്സിൽ കെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ കൃഷ്ണമോളോട് പറയുന്നു. കൃഷ്ണമോൾക്ക് ബന്ധങ്ങളുടെ വില അറിയാം, സ്നേഹം അറിയാം, സ്നേഹിക്കുന്നവരെ മനസ്സറിയാം. അതുകൊണ്ട് തന്നെ സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ കൃഷ്ണമോള് എനിക്ക് എവിടെയെങ്കിലും ഇരുന്ന് ഒറ്റയ്ക്ക് പൊട്ടി കരയണം അച്ഛാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അതിനുശേഷം കൃഷ്ണമോളെ മനസ്സൊക്കെ മാറ്റാനും വിഷമം മാറ്റാനൊക്കെ പുറത്തൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് ബാലചന്ദ്രൻ. പിന്നീട് അലീനനോട് ബാലചന്ദ്രൻ പറയുന്നു, നീ എൻ്റെ മൂത്ത മോളായി ജനിക്കേണ്ടതായിരുന്നു, തെറ്റ് പറ്റിപ്പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി എന്ന് പറയുന്നു ബാലചന്ദ്രൻ. അത് കേൾക്കുമ്പോൾ അലീന ഇങ്ങനെ നെഞ്ചി പൊട്ടി കരയുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.